സമസ്തയാവാൻ ശ്രമിക്കുക. ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഇപ്പോഴത്തെ മുഷാവറ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരൊരു തീരുമാനങ്ങൾ എടുത്തു, അത് ജനങ്ങളെ അറിയിച്ചു. അപ്പം കൊള്ളേണ്ടത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു ബോഡി പറയാണ്. അപ്പോൾ നമ്മൾ ബോഡി എന്താ പറയുന്നത് അവരെ കൊള്ളുക, തള്ളേണ്ടവരെ തള്ളുക. അതുപോലെ ഇനിയും 100 വർഷം പിന്നെയും അങ്ങോട്ട് പോകും. അപ്പോഴും ഇതേമാതിരി പിന്നെയും വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോഴും ആ കാലഘട്ടത്തിലുള്ള 100 വർഷം കഴിഞ്ഞിട്ടുള്ള മുഷാവറയുള്ള ആൾക്കാർക്ക് അവർക്ക് അപ്പോഴും പലതും കാണാൻ അവർക്ക് സാധിക്കും. അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുന്നത് പടച്ചോനാണ്. സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മങ്ങലുകളും കാഴ്ചകളും അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാറും. നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ മനസ്സിലാക്കേണ്ടത് ജിഫ്രി തങ്ങളൊക്കെ വളരെ പക്വമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തി. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നേതാക്കന്മാരാവട്ടെ പണ്ഡിതന്മാരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ താന്നു കൊടുക്കേണ്ട സ്ഥലത്ത് താന്നു കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കുനിയണമെന്നല്ല. അപ്പൊ നമ്മുടെ മനസ്സിന്റെ വിശാലത അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മളെ നേതൃത്വം എന്തൊക്കെയാണോ അറിയിച്ചിട്ടുള്ളത്, ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത്, അത് ഓരോ സംഘാടകരും 100% പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എല്ലാം റാഹത്താവും, അതിൽ ബർക്കത്തുണ്ടാവും. ഇപ്പം SNSയുടെ കൂടെയാണ് ബർക്കത്തുള്ളത്. അപ്പൊ ആ ബർക്കത്തുള്ള സാധനം വെച്ചാൽ അതിൽ ഉയർച്ചയും കാര്യങ്ങളും കുട്ടികൾക്ക് ഉസ്താദുമാരോട് ബഹുമാനവും തങ്ങളെ സന്തതിയായി പുണ്യ സമസ്ത കൊടി പിടിച്ച് ധർമ്മ സമരപ്പടയാളിയായി പൂക്കോയ തങ്ങളെ പിന്മുറയിൽ ആറ്റപ്പൂ തങ്ങളെ സന്തതിയായി പുണ്യ സമസ്ത കൊടി പിടിച്ച് ധർമ്മ സമരപ്പടയാളിയായി പൂർവികർ കാണിച്ച പൂർണ്ണതയുള്ളൊരു ആദർശമില്ലൊളി വീശി പുണ്യ നബിയുടെ സുന്നത്തിൻ പാതയിൽ ഉമ്മത്തിൽ അത്തറ് പൂശി. പൂർവികർ കാണിച്ച പൂർണ്ണതയുള്ളൊരു ആദർശമില്ലൊളി വീശി പുണ്യ നബിയുടെ സുന്നത്തിൻ പാതയിൽ ഉമ്മത്തിൽ അത്തറ് പൂശി. പാണക്കാടി പൂവോ പനിനീര് പൂത്ത പുണ്യമോ പുണ്യ സമസ്തക്ക് പുളകം ചൊരിഞ്ഞ തേനോ. പാണക്കാടി പൂവോ പനിനീര് പൂത്ത പുണ്യമോ പുണ്യ സമസ്തക്ക് പുളകം ചൊരിഞ്ഞ തേനോ. മൊയ്നലി തങ്ങൾ